എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എയർ ഫ്രയറിൽ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ ഇപ്പോൾ 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഈ ഒരു യാത്രയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സ്നേഹമുള്ള വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ എയർ ഫ്രയറിൽ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പമാണ്. നമ്മൾ ഓവനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യണം, എന്നിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യുക. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടെ സമയം ലാഭിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുന്ന അതേ ഒരു ടെക്സ്ചറിലും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇത്ര പെർഫെക്റ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. നല്ല ക്രീമി ആകുന്നവരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് കേക്കിന് മുട്ടയുടെ ചുവയൊന്നും വരത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ ചെറിയ തരികളുള്ള ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കണം. ചെറിയൊരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 1/2 കപ്പ് പഞ്ചസാര. 1/2 കപ്പ് തന്നെ ചേർക്കണമെന്നില്ല, അതിനെക്കാട്ടിലും കുറവ് ചേർത്താലും മതി. പഞ്ചസാര അലിയുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഒരുപാട് ഓയിൽ വേണ്ട. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ച് ചേർക്കാം. ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. 125 മില്ലിയുടെ ഒരു കപ്പാണ് 1/2 കപ്പ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നീട് ഒരു നുള്ളു ഉപ്പ്. ഇത്രയും കൂടെ ചേർത്തിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കണം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പാറ്റിലയോ സ്പൂണോ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരുപാട് ബലം പ്രയോഗിച്ചല്ല, ലൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു കുഞ്ഞൊരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. റൗണ്ട് ആയിട്ടുള്ള ടിന്നെടുത്താലും മതി. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എയർ ഫ്രയറിലാണ്. ആദ്യത്തെ 15 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിലും അടുത്ത 15 മിനിറ്റ് 150 ഡിഗ്രി സെൽഷ്യസിലുമാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. മൊത്തത്തിൽ 30 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയം. അപ്പോൾ ഓരോ എയർ ഫ്രയറിൻ്റെ സെറ്റിങ്സും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് കേക്ക് റെഡിയാകുന്നത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. തുറന്ന് നോക്കിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഷേപ്പിന് കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട്, എന്നാലും നന്നായിട്ട് തന്നെ ഇത് 30 മിനിറ്റിൽ ബേക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സൈഡൊക്കെ നല്ല ബ്രൗൺ കളറിൽ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ അവനിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അകത്തെ ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് OTG ഓവനിൽ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എയർ ഫ്രയറിലും കേക്ക് ബേക്ക് ചെയ്തെടുക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടുതൽ എയർ ഫ്രയർ റെസിപ്പീസ് നമ്മൾ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.